സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി. സർവകലാശാലകളിൽ സർക്കാർ നിയന്ത്രണം ഉറപ്പാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഇടത് സർക്കാരിന്റെ പുതിയ കാൽവയ്പാണിത്. വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത്. സ്വകാര്യ സർവകലാശാല നടത്തിപ്പിൽ കാലോചിതമായ മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ സ്വകാര്യ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിന് ഇടയാക്കുമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. എങ്കിലും ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം സ്വകാര്യ സർവകലാശാല ബില്ലിനെ പൂർണ്ണമായി എതിർക്കുന്നുവെന്ന് കെ രമ എം.എൽ.എ. നിലപാടെടുത്തു. പണമുള്ളവർക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും എം.എൽ.എ. വിമർശനമുന്നയിച്ചു. സ്വകാര്യ സർവകലാശാല ബിൽ പാസ്സായതോടെ ഇടത് സർക്കാരിന്റെ പ്രകടമായ നയമാറ്റമാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനോടകം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ സർവകലാശാലകൾ താൽപര്യം പ്രകടിപ്പിച്ച സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഗവർണർ ഒപ്പിടുന്നതോടെ ബിൽ നിയമമാകും. ഇതിന് പിന്നാലെ കിട്ടുന്ന അപേക്ഷകൾ പരിഗണിച്ച് സർക്കാർ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകും.